നമുക്കിന്ന് വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറി വെക്കാം. അതായത് ചിക്കൻ ചെറിയ പീസാക്കി വറുത്ത് കോരിയെടുത്തത്. അതായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയും ഉപ്പും കൂടെ തിരുമ്മി ചെറിയ രീതിയിൽ തിരുമ്മി അത് വറുത്ത് കോരിയെടുത്തത്. അതുപോലെ സവാള ചെറിയ 4 കഷ്ണം ചതുരത്തിൽ മുറിച്ച് അതിൻ്റെ കൂടെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ഒരു തക്കാളിക്കായും കൂടി ഇട്ട് വഴറ്റി അത് വേറെ. പിന്നീട് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ഒരു പാനിലിട്ട് ചൂടാക്കി അത് അപ്പം നമുക്ക് ചെയ്യേണ്ട കാര്യം എന്നാന്ന് വെച്ചാൽ, അതായത് നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ പോത്തുകറി വെക്കുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ മല്ലി, മുളകും എല്ലാം ചേർത്ത് അതിനകത്ത് എല്ലാം മിക്സ് ചെയ്ത് നമ്മൾ സവാള വഴറ്റാറില്ല, ഉള്ളി വഴറ്റാറില്ല, ഇതൊന്നും വഴറ്റാറില്ലാത്ത രീതിയിൽ നമ്മൾ വെച്ച് നമുക്കങ്ങനെ ചിക്കൻ കറി ഒന്ന് വെച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പം ഒരു ചട്ടി എടുക്കുക. ചട്ടിക്കകത്താക്കുന്ന കറി വെക്കുന്ന ചട്ടി എടുത്തിട്ട് അതിനകത്തോട്ട് ഇത് വറുത്തില്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല. ഈ ഇത് ആവശ്യത്തിന് ഉപ്പ് കൂട്ടി വറുത്താണ് ഇതിടും ഇതിനകത്തോട്ട്, ചട്ടിക്കകത്തോട്ട് ഇട്ട് കഴിഞ്ഞ് നമുക്ക് ഇതിന് വേണ്ട, അതായത് സവാള വഴറ്റിയതും ഇതെല്ലാം കൂടെ ഇതിനകത്തോട്ട് ഇട്ട് മിക്സ് ചെയ്യാം. ഈ സവാള ഒരുപാടങ്ങ് വഴന്ന് പോകണ്ട, വെളുത്തുള്ളി ഒന്നും വഴന്ന് പോകണ്ട, ചെറിയൊരു നിറം മാറി ഇത്ര മതി. കണ്ടോ? അപ്പം ഇതെല്ലാം കൂടെ നമുക്ക്, അതായത് മുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ട് ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാലപ്പൊടി എല്ലാം കൂടി ഇട്ട്, അത് മീറ്റാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്, ചിക്കൻ മസാലയല്ല, മീറ്റ് മസാലപ്പൊടി എല്ലാം കൂടെ ചേർത്ത് നമുക്കിതിനകത്തൊന്ന് അതിന് ശേഷം നമുക്കിത് കൈ കൊണ്ട് ഇത് മൊത്തത്തിലൊന്ന് ഇത് കണ്ടോ മൊത്തത്തിലൊന്ന് ചെയ്യും. കണ്ടോ? അപ്പോൾ ഇതിന് നമ്മൾ എണ്ണയും അധികം ചേർത്തിട്ടില്ല. ആ സവാള വഴറ്റിയപ്പോൾ ചെറിയ രീതിയിൽ ഇതൊന്ന് ചൂടാക്കി എടുത്തിട്ടേ ഉള്ളൂ. കണ്ടോ? നമ്മൾ എന്നിട്ട് ഇനിയിപ്പോൾ ഉപ്പ് അധികം ഒന്നും ചേർക്കണ്ട, ഒരു ചെറിയ രീതിയിൽ ഉപ്പ് നമ്മൾ ചിക്കൻ വറുത്തപ്പം ചെറിയ രീതിയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്, എന്നാലും ഒരു സ്വല്പം ഉപ്പും കൂടെ ഇട്ട് ഒന്നുകൂടെ ഇളക്കുക. ഇത് കഴിയുമ്പോഴത്തേനുണ്ടല്ലോ, ഇത് കണ്ടോ നല്ല ഇപ്പം തന്നെ നല്ല ക്രിസ്പായിട്ടിരിക്കുക. കണ്ടോ?
ഇതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് ചെറുതായ രീതിയിൽ കുഴയ്ക്കും. അപ്പം സ്വാഭാവികമായിട്ട് ചിക്കൻ വറുത്തപ്പം വെന്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അധികം വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് ചാറ് ഇച്ചിരി കൂട്ടി വേണമെങ്കിൽ, ഗ്രേവിയൊക്കെ വേണമെങ്കിൽ നമുക്കിച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിത് ചെറു തീയിൽ വേവിച്ചെടുക്കും. മൂടിയൊരു 10 മിനിറ്റ് വേവിക്കാവേ. ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. എണ്ണ അധികം ആകുകയില്ല. നമ്മൾ ഈ സവോളയൊക്കെ ചെറിയ ഇതായിട്ട് അതൊന്ന് വറുത്ത് കോരിയെടുക്കുന്ന പരുവത്തിലെടുക്കുക. അതിന് ശേഷം നമുക്കെല്ലാം കൂടി ഇത് മിക്സ് ചെയ്ത് നമുക്ക് ചട്ടിക്കകത്ത്, അതാണ് ഇതിൻ്റെ പ്രത്യേകത, ചട്ടിയിലാണ് ഈ കറി വെക്കുന്നതെന്നുള്ളത്. സാധാരണ നമ്മൾ ഉരുളിയിലൊക്കെ അല്ലേ ഈ വെക്കാറ്. അപ്പം അത് ചട്ടി വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ആ വെറൈറ്റി, അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റും അതെല്ലാം എങ്ങനെയാണെന്ന് നമുക്കറിയാം. അങ്ങനെ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഒന്നുകൂടെ പറയാം ഞാൻ, അതായത് ചിക്കൻ ചെറുതായിട്ട് വറുത്ത് കോരിയെടുത്തിട്ട് അതിനകത്തോട്ട് മീറ്റ് മസാലപ്പൊടി, ഗരം മസാല, മല്ലി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ഒരു ചെറിയ തവ എടുത്ത് അതിനകത്ത് ചൂടാക്കി മാറ്റി വെച്ച്, അതിന് ശേഷം ഈ വറുത്ത് വെച്ച ചിക്കൻ വറുത്ത് കോരി എണ്ണയിലോട്ട് സവോള നീളത്തിലരിയാതെ 4ആയിട്ട് വറുത്ത്, അത് ചെറിയ കഷ്ണമായിട്ട് വറുത്തിട്ട് അത് അതിനകത്തോട്ട് ഇട്ട് വെച്ച് ചെറിയൊരിതായിട്ട് വറുത്ത് കോരിയെടുത്ത് അതിനകത്തോട്ട് ജീരകം, ഇച്ചിരി ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി എല്ലാം, തക്കാളിക്കായും കറിവേപ്പില എല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റിയ ശേഷം അതിനകത്തോട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. ഒരുപാട് പണിയൊന്നുമില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇപ്പോൾ അത് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അധികം എണ്ണയൊന്നുമില്ല. നമുക്ക് ഇളക്കി നോക്കാം. ഈ ചിക്കൻ വെന്ത കാരണം നമുക്ക് അധികം വേവിൻ്റെ ആവശ്യമില്ല. പിന്നീട് അത്
കണ്ടോ പോത്ത് ഇറക്കിയിട്ടിരിക്കുന്നുണ്ട് വെഞ്ഞങ്ങളുണ്ട്. കണ്ടോ കണ്ടോ പോത്ത് കറി വാങ്ങ. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്ക്. അപ്പോൾ നമ്മുടെ കറി ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടി നോക്കിയിട്ട് അഭിപ്രായം ഉണ്ടാക്കി വെച്ച് കൂട്ടി നോക്കിയിട്ട് അഭിപ്രായം പറയുക. ഉപ്പ് ഇച്ചിരി കുറവുണ്ടെന്ന്, ഇച്ചിരി ഉപ്പും കൂടി. ഉണ്ടോ ഒരു ഗ്രേവി പരുവത്തിന് നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാം. കണ്ടോ അപ്പം നിങ്ങൾ ഇത് പരീക്ഷിച്ച് നോക്കണം. എല്ലാവരും അതിന് ഇത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.